അങ്ങോട്ട് പോകുമ്പോഴെന്തിനാ അമ്മ ഇങ്ങനെ ഭക്ഷണം പൊതിഞ്ഞെടുക്കുന്നേ? പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു അവസരം കളയാനായിട്ടെന്ന് ഞാനും പറയാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഇങ്ങനെ വാഴയില വെട്ടി കഴുകി വാട്ടി അതിൽ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ വെച്ച് പൊതിഞ്ഞ് കയ്യിൽ കരുതും അമ്മ. വാട്ടിയ ഇലയിൽ ചൂടോടെ കയറിയിരുന്ന് മെഴുക്കുപുരട്ടിയും അച്ചാറും കൊണ്ടാട്ടമുളകും ഒക്കെ ആയിട്ട് ലയിച്ച് അലിഞ്ഞിരിക്കുന്ന തൈര് സാദം. ആ പൊതി അങ്ങ് തുറക്കുമ്പോ കിട്ടുന്ന മണം, രുചി, അതിന് പകരം വയ്ക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോന്ന് സംശയമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മണം തന്നെ വാട്ടിയ ഇലയുടെ മണമാണെന്ന് തോന്നുന്നു. യാത്രയിൽ കൊണ്ടുപോകാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ കേർഡ് റൈസിനാണ് ഇപ്പൊ കുറെ കാലമായിട്ട് ഒന്നാം സ്ഥാനം. പൊതിഞ്ഞെടുക്കുമ്പോ തന്നെ എപ്പോഴാ കഴിക്കാൻ പറ്റുകയെന്നാവും മനസ്സിൽ. പൊതിച്ചോറിന് എപ്പോഴും അമ്മമാരുടെ സ്നേഹവും കരുതലുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. സ്വാദുള്ള നൊസ്റ്റാൾജിയ മാത്രല്ല, പൊതിച്ചോറ് എന്ന് പറയുമ്പോ എനിക്കെന്തോ പാഥേയം എന്നുള്ള വാക്കും OV വിജയന്റെ കടൽ തീരത്ത് എന്നുള്ള ചെറുകഥയും വെള്ളായപ്പനെയും ഒക്കെ ഓർമ്മ വരും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ആ കഥയും കഥാപാത്രവും എല്ലാം മനസ്സിൽ മുറിവുണ്ടാക്കിയതുകൊണ്ടാണോ എന്തോ. അത് വിടാം. ഇത്തവണ ഞാനാണ് ഉണ്ടാക്കിയതെങ്കിലും അമ്മയെ കൊണ്ട് തന്നെ എന്റെ പൊതി ഞാൻ സ്പെഷ്യലായി പൊതിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാലും ആ മണം, ഇത് കാണുമ്പോ ആ സ്മെല്ല് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കും?